ഹായ് ഡിയേഴ്സ്, വിദ്യാരംഭത്തിൻ്റെയും കലകളുടെയും ഉത്സവമാണ് നവരാത്രി. നമ്മുടെ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നവരാത്രി ഉത്സവം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ചേർന്നിട്ടുള്ള ഗ്രൗണ്ടിലും നവരാത്രി ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് തലേ ദിവസമാണ് നമ്മൾ പോയെങ്കിൽ പോലും സ്റ്റോളുകളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ന്യൂട്ടനൊരു ബാഗ് ഇഷ്ടപ്പെട്ട് അങ്ങനെ അവൾ എടുത്തു. സ്റ്റോളുകളെന്ന് വെച്ചാൽ ഒരുപാട് സ്റ്റോൾസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ കിഡ്സിന് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ, അല്ലാതെ വലിയവർക്ക് വേണ്ടിയിട്ടുള്ള കമ്മൽ, മാല, അടുക്കള സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നേ. ഞങ്ങളിങ്ങനെ നോക്കി നോക്കി നടന്നതായി. ഇത് നോക്കിയ ഒരു കമ്മൽ ഞാൻ ജസ്റ്റ് എടുത്തൊന്ന് വെച്ച് നോക്കിയതാണ്. പിന്നെ നമ്മൾ നേരെ ഹൽവ സ്റ്റോളിൽ പോയി. അവിടെ ചെന്നിട്ട് 2-3 ടേസ്റ്റ് ചെയ്ത് നോക്കി. അതിനകത്ത് 1-2 ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ വാങ്ങി നേരെ നടന്ന് നമ്മൾ നേരെ പിക്കിൾ സ്റ്റോറിലോട്ട് പോയി. അവിടെയും ചെന്ന് ഇങ്ങനെ കുറേയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. അതിനകത്ത് വെറൈറ്റി ആയിട്ട് 2 സാധനം കണ്ട് അത് എടുത്തു കേട്ടോ. ആ ബ്ലൂബെറി അച്ചാർ എടുത്തു, പിന്നെ പൈനാപ്പിൾ പിക്കിളും എടുത്ത്. രണ്ടും നല്ല സ്വീറ്റ് ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അത് വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. ഇതൊക്കെ പുറത്തുള്ള കാഴ്ചകളാണ്. ബാക്കിയുള്ള റൈഡുകളൊക്കെ അവരെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഫെസ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഇങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ജനമായിരിക്കും. പിന്നെ എന്തായാലും ഇന്ന് വന്നേലേന്ന് കരുതി അവിടെ എല്ലാം നമ്മൾ നോക്കി നടന്ന് കണ്ടേ. ചെരുപ്പിൻ്റെ സ്റ്റോള്, അങ്ങനെ ഒരുപാട് സ്റ്റോൾസൊക്കെ ഉണ്ടായിരുന്നേ. ഈ ഫുഡിൻ്റെയൊക്കെ സ്റ്റോളുകൾ പിന്നെ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അവരതെല്ലാം അടുക്കി പറക്കി വെക്കുന്നേ ഉണ്ടായിരുന്നുള്ളേ. പിന്നെ ഈ സ്കൈ വീലൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് താഴെ നോക്കുമ്പോൾ കയറണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് പേടിയാണ്, ഞാൻ അതിലൊന്നും കയറില്ല. പിന്നെ ഇതൊക്കെ പുറത്തുനിന്നുള്ള വ്യൂ ആണ്. ലൈറ്റൊക്കെ കൊണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടൊക്കെയാണ്. കഴിഞ്ഞ വർഷത്തിനേക്കാളും നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇത്തവണത്തെ അലങ്കാരങ്ങളെല്ലാം. പിന്നെ നമ്മൾ അവിടെ കുറേ നടന്നിട്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള പാർക്കിൽ കയറി. അവിടെ നല്ല സൂപ്പറായിട്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ 3 ആളും പിന്നെ അതിനകത്ത് കുറേ നേരമൊക്കെ നടന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. കുറേ പുതിയ ടൈപ്പിലെ ലൈറ്റൊക്കെ വെച്ചിട്ട് അവിടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ടർഫ്ലൈ പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ന്യൂട്ടനെ നിർത്തി കുറേ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ. വീഡിയോയിൽ കാണുന്നതിനേക്കാളും അടിപൊളിയാണ് കേട്ടോ നേരിട്ട് കാണാൻ. ഇവിടേക്ക് അടുത്തൊക്കെ ഉള്ളവർ വന്നൊന്ന് കണ്ടു നോക്കുക കേട്ടോ. 10 ദിവസത്തെ പ്രോഗ്രാമാണ്. നമ്മുടെ വിദ്യാരംഭം തുടങ്ങുന്നതിൻ്റെ അന്ന് വരെ ഉണ്ട് പരിപാടി. അപ്പോൾ എല്ലാവരും അടുത്തൊക്കെ ഉള്ളവരൊക്കെ വന്നൊന്ന് കണ്ടു നോക്കേ. ലൈറ്റൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി വെച്ചാൽ അടിപൊളിയായിരുന്നു. കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിലൊക്കെ കൊണ്ടുവന്ന് കാണിക്കേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുവേ. അങ്ങനെ എത്ര പെട്ടെന്നല്ലേ ഓണം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നവരാത്രി സ്റ്റാർട്ട് ചെയ്ത്. ഇനി 10 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് ഒക്ടോബറായി. ഇനി ക്രിസ്മസ് വരാൻ വേണ്ടിയിട്ട് 2 മാസം കൂടെ ഉള്ളൂ. അതോടുകൂടി ഈ വർഷവും തീർന്നു. പിന്നെ നമ്മുടെ ന്യൂട്ടനെ ഈ വർഷവും കേട്ടാ വിദ്യാരംഭം കുറിക്കുന്നത്. ഞങ്ങൾ മൂകാംബികയ്ക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഫെസ്റ്റ് തുടങ്ങുന്നതിൻ്റെ തലേന്ന് വന്നത് കാരണം കൂടുതൽ സ്റ്റോൾസും ബാക്കി കാര്യങ്ങളൊന്നും വലുതായിട്ട് കയറിയൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഒരു ദിവസം കൂടെ വരണം. അങ്ങനെ നമ്മൾ കുറേ നേരം പൂജപ്പുരയൊക്കെ നിന്നിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞിറങ്ങി. പിന്നെ പോകുന്ന വഴിക്ക് ന്യൂട്ടന് ഐസ്ക്രീം കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു നേരെ വീട്ടിലൊക്കെ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Bye.